ആധികാരികമായി നടത്തിയ സർവേയുടെ ഫലം തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്നലെ അവതരിപ്പിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മുതൽ 10 മണി വരെ തത്സമയം ആയിരുന്നു ഈ ഡേറ്റ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇന്ന് അതിന്റെ തുടർച്ചയാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നീട് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. പശ്ചിമ ബംഗാളും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ എല്ലാം അറിയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള അതിൽ തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ തമിഴ്നാട്, കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളാണ്. ഈ കർണാടകത്തിൽ BJPക്ക് വലിയ ആധിപത്യം പുലർത്താൻ സാധിച്ചിരുന്നു എന്നുള്ളതും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം ഒട്ടുപിടിക്കാൻ സാധിക്കും, അതോടൊപ്പം BJP നില മെച്ചപ്പെടുത്തുകയാണോ ചെയ്യുക എന്നതുൾപ്പെടെയുള്ള അഭിപ്രായ സർവേ ആണ് ഞങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും എന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുമ്പോൾ പ്രചാരണ വിഷയങ്ങൾ ഒരുപക്ഷെ മാറിമറിഞ്ഞേക്കാം, ജനമനസ്സുകളിൽ മാറ്റമുണ്ടായേക്കാം. ഇപ്പോഴത്തെ ജനങ്ങളുടെ വികാരം എന്തൊക്കെയാണ്, അവർ വോട്ട് രേഖപ്പെടുത്താൻ എന്തൊക്കെയാണ് കാരണങ്ങളായി മുന്നിൽ കാണുന്നത് എന്നതാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി സംവദിക്കുന്നത്. ഇന്നും പ്രേക്ഷകർ ന്യൂസ് 18 തുടരുക. വൈകിട്ട് 6 മുതൽ 10 മണി വരെ സമഗ്രമായ വിവരങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കും. വാർത്താരംഭം മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനായുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. കഴിഞ്ഞ മാസം വിരമിച്ച അനൂപ് പാണ്ഡെയുടെയും രാജിവെച്ച അരുൺ ഗോയലിന്റെയും സ്ഥാനത്തേക്കാണ് നിയമനം നടക്കേണ്ടത്. ER രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഈ പുതിയ നിയമന രീതി അവലംബിക്കുന്നതിന് ശേഷമുള്ള ആദ്യത്തെ യോഗമാണ്. ആ നിയമന രീതിയോട് തന്നെ വിയോജിപ്പുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് നാളെ പരിഗണിക്കാനിരിക്കുകയുമാണ്. അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യോഗം നടക്കാൻ പോകുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, നിലവിൽ അരുൺ ഗോയൽ രാജിവെച്ചതിന് ശേഷം നിലവിൽ കമ്മീഷനിൽ ഒരംഗം മാത്രമാണുള്ളത്. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അവശേഷിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നത്. പ്രധാനമന്ത്രി, ഒപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി, ഒപ്പം പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ഈ സമിതിയിലെ അംഗങ്ങൾ. നിലവിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവില്ല. അതുകൊണ്ട് തന്നെ ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയാണ് ഈ സമിതിയിലുള്ളത്. ഏതായാലും ഈ സമിതിയിൽ ഭൂരിപക്ഷം സർക്കാരിന് തന്നെയാണ്. പ്രധാനമന്ത്രി, ഒപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി എന്നിവർ സമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ നിശ്ചയിക്കുന്ന ആളെ തെരഞ്ഞെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഏതായാലും 5 പേരുടെ പട്ടിക നിലവിൽ പരിഗണനയിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ 5 പേരുടെ പട്ടികയിൽ നിന്നായിരിക്കും ഒരു തീരുമാനം ഏതായാലും സർക്കാർ തെരഞ്ഞെടുക്കുക, ഈ സമിതി തെരഞ്ഞെടുക്കുക. ഏതായാലും ഇന്നലെ ജമ്മു കാശ്മീരിൽ വെച്ച് രാജീവ് കുമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില സൂചനകൾ നൽകിയിരുന്നു. അതായത് ഈ നിയമനത്തിന് ശേഷം മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്ന ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 5 പേരിൽ നിന്ന് സ്വാഭാവികമായും 2 പേരെ തെരഞ്ഞെടുക്കും. അതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഇന്ന് ഈ സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെയോ ഈ പുതിയ 2 കമ്മീഷണർമാരുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, മറ്റൊരു വാർത്ത വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിച്ച സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുകയാണ്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയാണ് ഇത് സംബന്ധിച്ച പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. 2029 തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്താൻ ശുപാർശ ചെയ്യും എന്നുള്ള സൂചന കൂടിയാണല്ലോ രാകേഷ് പുറത്തു വരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആര് എന്ന് അറിയേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇനി വരും കാലങ്ങളിൽ രാജ്യത്ത് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നതും അറിയേണ്ടത്. ഈ ശുപാർശ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും രാകേഷ്? അഭിലാഷ്, ഒരുപക്ഷെ നിലവിലെ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കും 2024. കാരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അത് കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവർ കാലങ്ങളായി പറയുന്നതാണ്. അതിനുശേഷം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിച്ചത്. ഏതായാലും ആ സമിതി ഇന്ന് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകുകയാണ്. ഏതാണ്ട് 6 വോള്യങ്ങളിലായി 18,000 പേജുകൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ശുപാർശ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പും മറ്റു തെരഞ്ഞെടുപ്പുകളും എല്ലാം ഒരുമിച്ച് നടത്തണം. അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് 2029 നടപ്പാക്കണം നിർദ്ദേശം ഈ സമിതി മുന്നോട്ട് വയ്ക്കുമെന്നാണ് സൂചന. ഒപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്,
സാമ്പത്തികമായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യത്തിന് ഏറെ ഗുണകരമാണ്. ഒപ്പം തന്നെ കുറ്റകൃത്യങ്ങളും മറ്റും ഒഴിവാക്കാനും ഈ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഗുണം ചെയ്യും എന്നൊരു അഭിപ്രായം ഈ സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് സൂചന. മാത്രവുമല്ല, നിലവിൽ 67 ശേഷം രാജ്യത്ത് പലപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുവരെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഒക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ചില സഭകൾ നേരത്തെ അല്ലെങ്കിൽ വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിശ്വാസ വോട്ടെടുപ്പിൽ മറ്റും പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഈ സമിതി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് സൂചന. ഏതായാലും വിവിധ രാഷ്ട്രീയ കക്ഷികൾ, മുൻ റിട്ടയർഡ് ജഡ്ജിമാർ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായൊക്കെ ചർച്ച നടത്തിക്കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഏതായാലും ഈ സമിതി എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സമിതിയുടെ ശുപാർശ സ്വാഭാവികമായും രാഷ്ട്രപതിക്ക് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ പ്രഖ്യാപനം. ഏതായാലും നിലവിൽ ഭൂരിപക്ഷം അംഗങ്ങളും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ ഇതിന് അനുകൂലമായതിനാൽ 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നിലവിൽ ഈ രീതിയിൽ നടക്കുന്ന അവസാന പൊതുതെരഞ്ഞെടുപ്പായിരിക്കും 2024.